പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യഗ്രഹങ്ങളാണ്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ, ഭൃഗുപുത്രനായ ഭാർഗവൻ. ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. അപലാഭോഗയാനാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപല സ്ത്രീ, ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ, മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ്. മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും, ആഭരണങ്ങൾ, സമ്പത്തുകൾ, കിടക്ക, ഉപകരണങ്ങൾ, കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക സുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത്, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രന് നീചസ്ഥിതിയായിരുന്നു. ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ്. കന്നി 27-നാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു. അതേ രീതിയിൽ മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു. ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം, തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു. അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ, സ്വന്തം തറവാട്ടിൽ, മൂലം ക്ഷേത്രത്തിൽ വരികയാണ്. 1200 കന്നിമാസം 2-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മേടം രാശി മുതൽ 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ വളരെ ബലവാനായി 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രന് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളത്. ഒന്ന് 4-ാം ഭാവാധിപത്യം, തൻ്റെ സുഖം, വാഹനം, ആഡംബരം, അമ്മ, വീട്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന 4-ാം ഭാവം. ആ ശുക്രൻ ബലവാനായി 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ വാഹനങ്ങളുടെയും വീട്ടുകാരുടെയും ഒക്കെ യൂണിറ്റി, ഒന്നിച്ചു ചേരുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. തനിക്ക് ഭൂമി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. പുതിയ ഗൃഹത്തിനെ പറ്റി ചിന്തിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. പൂർവികമായ സ്വത്ത് തനിക്ക് മാതാപിതാക്കൾ തനിക്ക് തരുവാനുള്ള, ഒരു വീടെടുക്കുവാനുള്ള, അല്ലെങ്കിൽ തനിക്ക് മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ വിറ്റ് കാശ് സമ്പാദിക്കുവാനുള്ള അവസരത്തെ ഈ ഒരു സമയം ഈ 9-ലെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു. 9-ാം ഭാവം ഭാഗ്യവും തപസ്സും പുണ്യവുമാകുന്നു. അവിടെ ശുക്രൻ നിൽക്കുമ്പോൾ ആ എല്ലാ ഭാവങ്ങൾക്കും വളരെയധികം ബലമാണ്. ഇവിടെ ഉപാസന ചെയ്യുക. ഓം ഗം ഗണപതിയെ നമഃ എന്ന പ്രാർത്ഥനയിലൂടെ ഗണപതി ഹോമം കഴിപ്പിക്കുക. വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക. അതേ രീതിയിൽ ദേവീപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് ഭദ്രകാളി അമ്മയ്ക്ക്, അല്ലെങ്കിൽ ശുക്രൻ്റെ അന്നപൂർണേശ്വരി മുതലായ ദേവതാ സങ്കേതങ്ങളിൽ വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി പായസമൊക്കെ കഴിപ്പിച്ച് ശുക്രൻ്റെ, ദേവിയുടെ അനുഗ്രഹം നേടുക കുംഭൻ രാശിക്കാർ. വളരെ അനുകൂലമായ 24 ദിവസങ്ങളാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്നത്. ഭൃഗോ ത്രിത്രികോണേ പുരേ കേന പൗരാഹ കുസീദേന യേ വൃദ്ധിരസ്മൈ ദധീരൻ ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വജിത്വാത് സഹോർത്ഥാദി സൗഖ്യം ശരീരെ സാഹസം ച. തനിക്ക് സാഹസികത ചെയ്ത് അതിലൂടെയൊക്കെ ധനമുണ്ടാകുന്നു. ഈ സമയത്ത് ചിട്ടി ഫണ്ട്, ബാങ്ക്, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങൾ ഇടപെടുന്നവർക്ക്, പ്രത്യേകിച്ച് ഓഹരി, ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർക്ക് ധാരാളം ധനസമ്പാദനത്തിലുള്ള മാർഗം തുറന്നു തരുന്നു. വാഹനസംബന്ധമായ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് കാർ ഷോറൂം, തങ്ങളുടെ കാറുകൾ ധാരാളം വിറ്റ് പോകുവാനുള്ള സമയം സംജാതമാകുന്നു. അതേ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ധാരാളം വാങ്ങൽ കൊടുക്കൽ കച്ചവടങ്ങളൊക്കെ നടത്തി ധനസമ്പാദനത്തിലുള്ള മാർഗം സംഭാവ്യമാകുന്നു. തൻ്റെ ധാർമ്മികത നിമിത്തം വീട്ടിൽ ധാരാളം ഐശ്വര്യമുണ്ടാകുന്നു. അതിനുള്ള പ്രാർത്ഥനകൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. സഹോദരങ്ങൾക്ക് വളരെയധികം സുഖങ്ങൾ അനുഭവിക്കുന്നു. കാരണം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ 3-ാം ഭാവം, സഹോദര ഭാവമായ 3-ാം ഭാവത്തിൽ നോക്കുന്നു. അത് വളരെ നല്ലതാണ്.
നല്ല ഫലമാണ് കുംഭൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ പോകുന്നത്. ശുക്രൻ്റെ വരവ്